കളർനാടെന്ന് പറഞ്ഞ് ഇന്നാളാ അവിടെ കാശ് കൊണ്ട് കളഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ പിടിച്ചു വെക്കുന്നു. ഇപ്പൊ വീഡിയോ വന്നു, അപ്പൊ നമ്മൾ വേണ്ടി കൂടെ ഒന്ന് ചുമ്മാ ഇരിയടാ. സായിപ്പന്മാർക്ക് അവിടെ വലിയ പണിയൊന്നുമില്ല. അതുകൊണ്ട് അവന്മാർ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചുന്നാമണി ഇറക്കി വിടും നിന്നെപ്പോലുള്ള പിള്ളേരെ കളിപ്പിക്കാൻ. അവനൊന്നും തപസിരുന്നാ കണ്ടുപിടിക്കാനൊക്കാത്ത ബിസിനസ്സാ നമ്മളെ കുന്നംകുളത്തെ റഫായിമാര് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ പിന്നെ എന്ത് കുഞ്ഞെ എടാ, ബ്ലേഡ് കമ്പനിക്ക് അപ്പുറത്തൊരു കമ്പനി ഇല്ല, അറിയാമോ? ചേച്ചിക്ക് ഇപ്പൊ എല്ലാം കൂടെ എത്ര രൂപ കിട്ടും റിട്ടയർ ചെയ്യുമ്പോ? ഞാനൊന്നും കൂട്ടി നോക്കില്ല. അവരെന്താ തരുന്നതെന്ന് വെച്ചാ വാങ്ങിക്കും. എന്നാ ഞാൻ കൂട്ടി നോക്കി. 70,000 അടുത്ത് കിട്ടണം. കൂടിയാലേ ഉള്ളൂ, കുറയത്തില്ല. അതെന്നെ ഏൽപ്പിക്ക്. 65% പലിശയ്ക്ക് കൊടുത്ത് ഞാൻ അവനെ സെക്കൻഡ് വെച്ച് 7 ലക്ഷമായി കാണിച്ചു തരാം. പലിശയും കാണുകയില്ല, മുതലും കാണുകയില്ല. ഇടാ, അതിനാ സ്വർണ്ണപ്പണ്ടത്തിന്മേൽ പണം പലിശയ്ക്ക് കൊടുക്കപ്പെടുന്നു പറയുന്നത്. മുതലും ഇരിക്കും, പലിശയും ഇരിക്കും, പലിശയുടെ പലിശയും ഇരിക്കും. എല്ലാം കഴിയുമ്പോൾ സ്വർണ്ണപ്പണ്ടം കൂടി ഇരിക്കും. ഇതെല്ലാം കൂടി ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോ ആണെങ്കിൽ പല്ല് കാണുകയില്ല, ഒക്കെ ഇരിക്കും. നീ എന്തോ ആടാ കൊച്ചിനെ എന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ എന്തിനാ സർക്കാർ സർവീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങിച്ചു പോകുന്നത്? ഇരുന്നിരുന്ന ഇന്നിപ്പോ ഞാനൊരു ഡെപ്യൂട്ടി കളക്ടറാ, അറിയാമോ? പിന്നെ ഇരുന്നൂടായിരുന്നു. ഇരിക്കുകയല്ല. എന്റെ ഈ തലച്ചോറ് അങ്ങനെ സർക്കാരിനെ നക്കാപ്പിച്ചാക്കി കൊടുക്കാനുള്ളതല്ല. 3 MA യും ഒരു LLB എടുത്ത് വെച്ചത് ഒരു ചൂത്ത സർക്കാർ പ്രസിഡന്റ് ആകാനല്ല. ചേച്ചി ചേച്ചി ചെറുക്കം പറയുന്ന കേട്ട് കാശ് കൊണ്ട് തലയ്ക്കരുത്. ഇങ്ങോട്ട് എത്തിക്ക്. ഈ മുത്തൂറ്റുകാര്, ലാബല്ലക്കാര്, കൊശമറ്റംകാര് എന്നൊക്കെ പറയുന്ന പോലെ നാളെ ഞാൻ ക്രാമ്പടിക്കാര് എന്നൊരു പേര് കേൾപ്പിച്ചുതരാം. ക്രാമ്പടി ചിറ്റ്സ് ആൻഡ് ഫൈനാൻസേഴ്സ്. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കാമെങ്കിൽ ഈ കേരള സ്റ്റേറ്റ് ഞാൻ 5 കൊല്ലത്തിനുള്ളിൽ വിലക്കെടുത്ത് കാണിച്ചു തരാം. വിലക്കെടുത്തിട്ട് ഒരു കൊച്ചു തൊഴുത്ത് പണിത് ആദ്യം കെട്ടിയിട്ടാ മതി. നമുക്ക് ദിവസവും കിടന്ന് പാല് കുടിക്കാം. ഞങ്ങൾ മുതിർന്നവർ സീരിയസ് ആയിട്ടൊരു പ്രോജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിരിക്കുമ്പോ ഒരുമാതിരി ഊരുന്ന വർത്താനം കൊണ്ട് വന്നാണല്ലോ. കാട്ടുപോയിക്കറിയാവോ വാവും ചക്രന്തിയും. എനിക്ക് അഭിമാനത്തോടെ വിശ്രമിക്കാം. എങ്ങനെ വിട്ടറിയാൻ കഴിഞ്ഞതാണ് എന്റെ ഭാഗ്യം. അമ്മച്ചിക്ക് ഇറങ്ങാൻ പറ്റില്ല, ആഘോഷിക്കണം. ഓ, ഞാൻ എന്നാ ആഘോഷിക്കാനാ? പിള്ളേര് നന്നായിട്ട് കളിച്ചു, അവർക്ക് ട്രോഫിയും കിട്ടി. എന്നാൽ അവരെ വിളിച്ച് പറ ചെലവ് ചെയ്യാൻ. അമ്മച്ചി ഓട്ടം കൂടെ ഓടിയിട്ടല്ലേ അവർക്ക് ഞെളിഞ്ഞ് നടക്കാൻ പറ്റുന്നേ. അവര് സന്തോഷിക്കട്ടാ. അവരുടെ സന്തോഷം കണ്ടുകൊണ്ട് പെൻഷൻ വാങ്ങിക്കുമ്പോ ആ തുകയ്ക്കൊരു വിലയുണ്ടെന്ന് എനിക്ക് തോന്നും. എനിക്കത് മതി. തികയല്ലോ. എങ്ങനെയും സാറവങ്ങ് തേച്ചെടു. 1000 രൂപ കിട്ടാതെ കാര്യം നടക്കില്ല. എങ്ങനെയും തേച്ചെടുക്കാത്ത പച്ചച്ചാണത്തിന്റെ ബിസിനസ്സാണോ? ഒപ്പിട്. അങ്കിളെ, അങ്കിൾ കൂടിയേ തീരൂ എന്ന് കടും പിടുത്തം പിടിക്കുകയാണെങ്കിൽ ഞാനത് ഊരിത്തരാം. പക്ഷെ അങ്ങനെ പിടിക്കല്ല. എനിക്ക് സ്വന്തം രൂപ വേണം. ശമ്പളം കിട്ടിയ ഉടൻ ഞാനതങ്ങ് തിരിച്ചു തരാം. അങ്കിളിന് എന്നെ വിശ്വാസമല്ലേ? സാക്ഷാൽ വേലൂരുകം വന്ന് കാശ് ചോദിച്ചാലും ആദ്യം ആ വേലിങ് വാങ്ങിച്ച് വെച്ചതിന് ശേഷമേ കാശ് കൊടുക്കാവൂ. അതാ പണയക്കാരന്റെ പ്രമാണം. അതുകൊണ്ടാ ഇതെനിക്ക് സെന്റിമെന്റൽ വാല്യൂ ഉള്ള മാലയായിരുന്നു. വെറും 500 രൂപയുടെ ആവശ്യമാണ്. ശമ്പളം കിട്ടിയാലുടനെ പുള്ളിങ്ങ് തരും. പ്രഭാത കേന്ദ്രത്തിലെ ശമ്പളമല്ലേ? കേട്ടിട്ടുണ്ട്. ഇതുവരെ ഉള്ളത് കണക്കാക്കണ്ട. എന്റെ അപ്രന്റീസ്ഷിപ്പ് ഈ മാസം കൊണ്ട് കഴിയുക. അടുത്ത മാസം മുതൽ സിറ്റി എഡിറ്ററാ, പെർമനന്റാ. പിന്നെ 1-ാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ശമ്പളം മേശപ്പുറത്താ. എഡിറ്ററല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയാലും മുതലിടുന്നാലല്ലാതെ എന്റെ ഇന്ന് 10 പൈസ കിട്ടിയല്ല.
വയ്യ. ഇങ്ങോട്ടൊരു ഒടുവിൽ പാതി മാല കല്ലേരിക്കും. അതൊന്നും ഇരിക്കില്ല. മതിയെങ്കിലേ മാല അപ്രത്യക്ഷമാവും ഈ കണക്കിന്. എന്താ കമ്പി എണ്ണുന്നോ? 3 എണ്ണയ്ക്ക് വാലായിട്ട് LLB എടുത്ത് വെച്ചേക്കുന്നതേ വക്കീലിനെ വെക്കാതെ കേസ് വായിക്കാനാ. ഇനിയിപ്പോ എഴുതി എടുക്കാൻ പോകുന്നത് LLM. ചീറ്റിങ് കൊണ്ട് എന്റെ അടുത്ത് വന്നാണല്ലോ. സ്വർണ്ണം കൊണ്ട് വന്നേക്കുന്നു. ഇത്തവണത്തേക്ക് വിടുന്നു. ഈ സ്വർണ്ണം വരയ്ക്കാന്ന് പറയുന്നുണ്ടല്ലോ, നീ പ്രധാന കാര്യത്തിൽ ചരയ്ക്കുന്നത് പോലുള്ള പണിയല്ല. കാശ് തരാനില്ലേ വേണ്ട, പക്ഷെ ആളുകൾ ആക്ഷേപിച്ചാലുണ്ടല്ലോ. എന്റെ ഫേസ് വാല്യൂവിൽ 500 5 ലക്ഷം തരാൻ ഈ നാട്ടിൽ ആൾക്കാരുണ്ട്. പിന്നെ ആ തന്നെ എന്റെ പത്രത്തിൽ ഒരു പിടി പിടിച്ചില്ലേ? പിടിച്ചോ. മുക്കുകൊണ്ട കൊണ്ട് വന്നിട്ട് 500 ഉലുവ. യാത്രയപ്പം തൽക്കാരമൊക്കെ കലക്കിയ കോളുണ്ടല്ലോ ആന്റി. നന്നായിരുന്നു. ആന്റി കരഞ്ഞോ? കരഞ്ഞായിരുന്നോ? ചെറുതായിട്ട്. നിങ്ങൾ അറിയുന്നു കരഞ്ഞോ? ആ കരഞ്ഞു. ഒരു ചായ കുടിച്ചിട്ട് പോവാം. വാ. ഈ ആന്റിയോട് എത്ര തവണ പറഞ്ഞതാ അവിടെ ബോൾ പറക്കുന്ന ഒരു ജോലിയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരാൻ. അതൊന്നും പറഞ്ഞാൽ പറ്റിയില്ല. അതെങ്ങനെയാ കുട്ടി? എന്റെ സർവീസ് ഇന്നുകൊണ്ട് അവസാനിച്ചു. ഇനിയിപ്പോ പുതിയ ഒരാൾ വരും. അവര് നിങ്ങൾക്ക് കോച്ചിങ് തരും. ഉദ്യോഗത്തിലിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് പിരിയാനൊരു ദിവസം. അതൊന്നും ഇല്ല. ഞങ്ങൾക്ക് മാഡത്തിനെ കാണണം. നാളെയും കാണണം, മറ്റന്നാളും കാണണം, എന്നും കാണണം. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാനല്ലോ. അതെങ്ങനെ വെറുതെ ഇങ്ങ് കയറി വരാൻ നോക്കോ? പിന്നല്ലാതെ എങ്ങനെയാ? അതിന് അങ്ങനെ ഞങ്ങൾ എല്ലാം കൂടെ ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോ വേണേലും ഇവിടെ വരാൻ, മാഡത്തിനെ കാണാൻ, എത്ര നേരം വേണേലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. പറയട്ടെ? പറ കേക്കട്ടെ. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങുക. ബ്യൂട്ടി പാർലറോ? അതിനെന്താ, നല്ല ബിസിനസ്സാ. ഇവിടെ സിറ്റിയിലെ ഒന്നിനും കൊള്ളത്തില്ല. ഞങ്ങളൊക്കെ പിന്നീട് പോകുന്നത് വേറൊന്നും നല്ലതില്ലാഞ്ഞിട്ടാ. മാഡം എണ്ണം തുടങ്ങി നോക്ക്, ഇവിടെ ക്യൂ ആയിരിക്കും. അതെ മാഡം. അതിന് ഞാൻ ഈ ബ്യൂട്ടി പാർലർ കേട്ടുള്ള അല്ലാതെ അതിന്റെ ഉള്ളിൽ ഒരു വട്ടം കൂടി കയറിയിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി ഒരു ചുക്കും അറിയേയില്ല. അറിയാനങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പെമ്പിള്ളേരെ മുഖം എനിക്ക് കൊടുക്കുന്ന ഏർപ്പാടുകൾ അത്രേ ഉള്ളൂ. ബാങ്കിലിട്ട് കിട്ടുന്ന പലിശയേക്കാൾ കൂടുതൽ എമൗണ്ട് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. പിന്നെ അതിനേക്കാൾ വലിയ കാര്യം, ഒരു എൻഗേജ്മെന്റ് ഉണ്ടെങ്കിൽ മാഡം ഇപ്പോഴത്തെ പോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ. ഞങ്ങളെ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. കുറെ നാളുകൊണ്ട് ആലോചിച്ചുണ്ടാക്കിയതാ ഈ പരിപാടി. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നമ്മുടെ പള്ളിക്കരച്ചോ? അടിച്ചെന്ന് തന്നെയാ വിചാരിക്കേണ്ടത്. കേട്ടു. എന്തോന്ന്? എല്ലാം കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇളക്കം കയറി നിൽക്കുന്ന പെമ്പിള്ളാര് മൂക്കിനെ പൂറ പറിക്കാനാണെന്നും മൂക്കിലിന്റെ പാട് മാറ്റാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറി തുടങ്ങിയുണ്ടല്ലോ. ഞാൻ താമസം മാറ്റും. ഒരു ചേച്ചിയായി ചിത്ര പാടായി. അവര് നിനക്കെന്തോന്നു? ഒന്നുമില്ലാന്ന് ചേച്ചിക്ക് തോന്നും. ഞാൻ ഒരു അവിവാഹിതനാ. ഇപ്പോഴത്തെ പെമ്പിള്ളാരുമാ. ദുഷ്പേര് കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പിള്ളേരെ നിൽക്കും, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദുഷ്പേരിന്റെ കാര്യം കളാ. പക്ഷെ ഒരു കാര്യം, അമ്മച്ചിക്ക് ബ്യൂട്ടി പാർലറിന്റെ ABCD അറിഞ്ഞൂടാ. അറിയാത്ത ബിസിനസ്സിൽ പോയി ചാടി ഇത്രയും കാലം വേർപ്പൊഴിക്ക് സമ്പാദിച്ച പണം വെറുതെ തൊളിച്ച വേണ്ട. അതാ ഞാൻ പറഞ്ഞത്. ചേച്ചിയാ രൂപ ഇങ്ങോട്ട്. നാളെ ഇവിടെ ബോർഡ് വരും. ക്രാംബ്രിഡ്ജ് ചിറ്റ്സ് ആൻഡ് ഫൈനാൻസേഴ്സ്. കാശ് കിട്ടിയാൽ ഇന്നിപ്പോ അവിടെ എമിൽ വീഡിയോയുടെ ബോർഡ് വരും. നാളത്തെ ബാബാ തിരുവേലയുടെ സ്ഥാനാരോഹണം അങ്കിളിനെ ഞങ്ങൾ ഇവിടെ ഇരുത്തി കാണിച്ചു തരും. എനിക്കും കാണണ്ട. ആ പിള്ളേർ അതും പറഞ്ഞു കരുതി അമ്മച്ചി ഒരു കാര്യമാക്കണ്ട. ആ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട, ഈ പിള്ളേർ പറയുന്നതും കാര്യമാക്കണ്ട. നിങ്ങൾ രണ്ടുപേര് പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ തരാൻ വെച്ചാൽ മറ്റേ ആൾ പിണങ്ങും. ബാങ്കിലിട്ടാൽ രണ്ടുപേരും പിണങ്ങും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ. അതുകൊണ്ട് എന്റെ സ്വന്തം നിലയിൽ ആ ബിസിനസ് തുടങ്ങാൻ പോവാ. നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചു. വീട്ടിൽ സ്വസ്ഥത ഉണ്ടായിരിക്കുമല്ലോ. നീന്തൽ കുറച്ചുകൂടെ വേണ്ട. നിനക്ക് വേണ്ട. കുറച്ച്. ഇത്രയും കാലം കുട്ടികളോട് ഓടിച്ചാടി കളിച്ചു നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒന്നും ചെയ്യാനില്ലാതെ കേട്ട് കുത്തിയിരുന്നാൽ ഞാൻ സൂക്കടിയായി പോകും.
എനിക്ക് വേറെ ഫ്രണ്ട്സും കമ്പനിയും ഒന്നുമില്ല. ആകെ ഉള്ളത് അവരാ. അവരെ കൂടി കാണാതിരുന്നാല് മുരടിക്കാൻ പോണത് എന്റെ മനസ്സാ. അതിന് അവരിവിടെ ദിവസം അങ്ങ് വരുമെന്നാണോ? ആരേലൊക്കെ വരുമല്ലോ. ചേച്ചിക്കിന് വേണ്ട എന്താണെന്നറിയാമോ? വിശ്രമം, ആബ്സല്യൂട്ട് റെസ്റ്റ്. എന്താ ഞാൻ സൂക്കേടുകാരിയായിപ്പോയോ? എന്റെ തീരുമാനത്തിന് ഇനി ഇളക്കമില്ല. നിങ്ങൾ രണ്ടുപേരും വെറുതെ ഈ കാര്യം പറഞ്ഞ് തമ്മിത്തല്ലാൻ നിൽക്കണ്ട. നിങ്ങൾക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു നല്ല പേര്, ബ്യൂട്ടി പാർലറിന് പറ്റിയ ഒരു പേര് കണ്ടുപിടിച്ച് രാവിലെ കൊണ്ടു തരിക. നാളെ തന്നെ എനിക്കത് രജിസ്റ്റർ ചെയ്യേണ്ടതാ. സഹകരിക്കുന്നേ സഹകരിക്കും. ഇല്ലേൽ അങ്ങനെ വെറുതെ വീഡിയോയും കടാൻ വേണ്ടിയും പറഞ്ഞു. എന്താ ഇനി പേര് തന്നില്ല എന്നുള്ള പരാതി വേണ്ട. നീ തന്നെ വായിക്ക്. കന്നഡയില്ലാതെ അത്ര കുരുകുരാന്ന അക്ഷരം എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. വായിക്കട്ടെ? ശ്രദ്ധിച്ചു കേൾക്കണം. ഓരോ പേരിനും അർത്ഥമുള്ളതാ. നിങ്ങൾ വായിക്കേ. മായാമോഹിനി. എന്താണ് ചിരിക്കുന്നത്? ഇതാ അർത്ഥം അറിയണമെന്ന് പറയുന്നത്. മേക്കപ്പ് എന്ന മായയിലൂടെ വരുന്നവരെ മോഹിനിമാരാക്കി മാറ്റുന്ന ഇടം എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? മായാമോഹിനി ബ്യൂട്ടി പാർലർ. എന്താ കുഴപ്പം? നീ മുഴുവൻ വായിക്ക്. അർത്ഥമൊക്കെ ഞങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്. മനസ്സിലാവില്ല, ചോദിച്ചോണം. അതൊക്കെ ചോദിച്ചോളാം. നീ വായിക്ക്. പൂർണ്ണചന്ദ്രിക വായിച്ചോ? ആ. നീലോൽപ്പലം, മനോരഞ്ജകം, പത്മദളം, മല്ലികാമോഹനം, കൽപ്പദ്രുമം. ഈ ഒരു കഷായത്തിന്റെ ഉറപ്പടി മാതിരിയുണ്ട്. ഒന്നുമില്ല, അങ്ങ് വായിച്ചോ. ആ, 25 ഉണ്ട്. ഇനി വേറൊരു സ്റ്റൈൽ. പുണ്യമാത, ചെറുപുഷ്പം, ലിറ്റിൽ ഏഞ്ചൽ, സെന്റ് തെരേസാസ്, ഹോളി ട്രിനിറ്റി. അത് നമ്മൾ 3 പേരെ ഉദ്ദേശിച്ച. ഇനി വേറൊരെണ്ണത്തിൽപ്പെട്ടത് ഒക്കെ ലോകൈക സുന്ദരികളുടെ പേരുകളാ. മോണോലിസ, ക്ലിയോപാട്ര, മുണ്ടാസ്, വീനസ്, ഹെലൻ, ദമയന്തി, അനാർക്കലി, സിൽക്ക് സ്മിത. ഇതേ ലിറ്ററേച്ചർ തന്നെ ഉൾപ്പെടെ 3 എടുത്തു വെച്ചിരിക്കുന്ന കെയർ ഓഫില്ല ശരിയാക്കിയിരിക്കുന്നത്. അറിയാമോ? നിനക്കൊക്കെ ഈ സിനിമാ പെണ്ണിന്റെ വരെ അറിയാവൂ. താരത്തിൽ പുച്ഛിച്ചിരിക്കുന്നല്ലോ. വല്ലതും ശരിയാക്കിയോ? ഞാനാകെ ഒരു പേര് കണ്ടുപിടിച്ചു. എന്നാ എന്നാ ഈസോ? ആ, എന്നുവെച്ചാ ഔവ. അത് തന്നെ, നമ്മുടെ പഴയ ആദാമിന്റെ പെണ്ണുപിള്ള. അതുകൂടെ വേണ്ട. ഔവാന്ന് കേട്ടാൽ തന്നെ ഓർമ്മ വരുന്ന തുണിയെടുക്കാത്തൊരു പെണ്ണിന്റെ രൂപ. ഇവിടെ മാനവ മര്യാദയായിട്ട് കഴിയുന്ന പെണ്ണുങ്ങളെ ഉദ്ദേശിച്ച ചേച്ചി ഈ ബിസിനസ് തുടങ്ങുന്നത് തന്നെ. അയ്യോ അങ്കിൽ അതിനെന്താ? ആദ്യത്തെ സ്ത്രീയുടെ പേരിലെ ഔവ. ഈ പേര് ഇതുവരെ കേട്ടതിൽ നല്ല പേര് ഇത് തന്നെയാ. പിന്നെ വേറെ കാര്യം അങ്ങനെ ശ്രദ്ധിച്ചോ? നമ്മൾ 3 ആളും കൂടി ഇവിടെ നടത്താൻ പോണത്. അതേന്ന് കൂട്ടിക്കോ. എങ്കിൽ നമ്മുടെ 3 ആളുടെയും പേരിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്താണ് ഈ പേരുണ്ടാക്കിയിരിക്കുന്നത്. E ഫോർ എലിസബത്ത്, B ഫോർ വക്കച്ചൻ, T ഫോർ എമിൽ. അത് ഏറ്റവും